കാസർഗോഡ് നഗരത്തെ സംബന്ധിച്ച് കെ.എസ്.ആർ.ടി.സി ജീവനക്കാരടക്കം വലിയ തോതിൽ പണിമുടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്തർ സംസ്ഥാന ദീർഘദൂര ബസ്സുകൾ, അത് പ്രത്യേകമായി പറയേണ്ടത്, റിസർവേഷൻ ആദ്യമേ ഉറപ്പിച്ചിട്ടുള്ള ബസ്സുകൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. മറ്റ് ജില്ലയിലെ മലയോര മേഖലകളിലേക്കുള്ള ബസ്സുകൾ പോലും പൂർണ്ണമായി ഓടാത്ത ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ്. റെയിൽവേ സ്റ്റേഷനിലടക്കം സാധാരണ ഉണ്ടാകുന്ന ആ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മറ്റെവിടെയാണെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഇന്ന് എങ്ങോട്ടും സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ കാസർകോട്ടെ ഓട്ടോ ചേട്ടന്മാർ ഇന്നും ഇവിടെ സജീവമാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? ആൾക്കാരെന്ത് പറയുന്നു? ആൾക്കാർ പൊതുവെ കുറവാണ്, പക്ഷെ ഓട്ടവും കുറവാ. ട്രെയിൻ വന്നതിനനുസരിച്ചാണ് വാടക വരും. സാധാരണ ഇവിടെ കുറെ സർക്കാർ ഉദ്യോഗസ്ഥർ ദിവസവും വന്ന് ട്രെയിൻ ഇറങ്ങുന്നത് കാണാറുണ്ടല്ലോ, ഇന്നൊന്നും കാണുന്നില്ലല്ലോ. അതൊന്നുമില്ല, ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊന്നുമില്ല. ട്രെയിൻ വന്ന ടൈം ആവുന്നുള്ളൂ. കേന്ദ്രീയ വിദ്യാലയം അടക്കമുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കണ്ണൂർ സർവകലാശാല അതിലെ പരീക്ഷകളൊക്കെ തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. PSC പരീക്ഷകളൊന്നും തന്നെ ജില്ലയെ കേന്ദ്രീകരിച്ച് നടക്കുന്നില്ല. മലയോര മേഖലയിലേക്കുള്ള സഞ്ചാരം ഇപ്പോഴും ദുഷ്കരമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ നഗരത്തിൽ ഓട്ടോയും ടാക്സിയും സജീവമായി ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസം നമുക്ക് അനുഭവിക്കേണ്ടതായി വരുന്നില്ല.